ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റിൽ സെൽ ഓർ ബൈ ഡിസിഷൻ എടുക്കാൻ നമ്മെ സഹായിക്കുന്ന ധാരാളം ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലൊക്കെ കാണാൻ കഴിയും. അതിൽ വളരെ വൈഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് RSI അഥവാ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. അപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ് ചെയ്യുന്ന ആ ഒരു സ്പീഡ്, അതുപോലെ അതിൻ്റെ ആ പ്രൈസിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ്, ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് ഓവർ സോൾഡ് സോണിലാണോ ഉള്ളത് അതല്ല ഓവർ ബോട്ട് സോണിലാണോ ഉള്ളത് എന്ന സൂചന നൽകുന്ന ഒരു ഇൻഡിക്കേറ്ററാണിത്. അപ്പോൾ ഇത് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിൽ മാത്രമല്ല, കറൻസി, കമ്മോഡിറ്റീസ്, ക്രിപ്റ്റോ പോലെയുള്ള മറ്റ് ട്രേഡിംഗ് ആക്ടിവിറ്റീസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കൽ ഇൻഡിക്കേറ്ററാണ്. JLS വൈൽഡർ എന്ന് പറയുന്ന ഒരു ഫേമസ് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് ആക്ച്വലി ഇത് കണ്ടുപിടിച്ചത്. അദ്ദേഹം പിന്നീട് ഒരു വലിയ ടെക്നിക്കൽ അനലിസ്റ്റ് ആയിട്ട് മാറുകയും അദ്ദേഹം ധാരാളം ഇൻഡിക്കേറ്റർ കണ്ടുപിടിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. പക്ഷേ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ RSI 70 മുകളിലേക്ക് പോകുമ്പോൾ അത് ഒരു ഓവർ ബോട്ട് സോൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ആ സമയത്ത് ആളുകൾ ധാരാളമായി വാങ്ങി ഇനി വിൽപ്പനയായിരിക്കും ഉണ്ടാകുക എന്നാണ് അതിൻ്റെ സൂചന. അതുപോലെ അത് 30 താഴേക്ക് പോകുമ്പോൾ അത് ഓവർ സോൾഡായി, അതായത് കൂടുതൽ ആളുകൾ വിൽക്കേണ്ടവരൊക്കെ ധാരാളമായി വിറ്റ് കഴിഞ്ഞു, ഇനി ആളുകൾ വാങ്ങുകയാണ് ചെയ്യുക എന്ന ഒരു സൂചനയാണ് നൽകുക എന്നാണ് നമ്മൾ സിമ്പിളായിട്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ RSI മാത്രമല്ല മറ്റ് ഇൻഡിക്കേറ്റേഴ്സുകളുടെ ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്കൊരു മെച്ചപ്പെട്ട ട്രേഡൊക്കെ എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ RSI മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇതൊരു ലാഗിങ് ഇൻഡിക്കേറ്ററാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നിലവിലുള്ള ഡാറ്റകൾ വെച്ചിട്ടാണ് ഈ ഇൻഡിക്കേറ്റർ പ്രവർത്തിക്കുന്നത്. ഫ്യൂച്ചർ എന്താവും എന്നുള്ളത് ഈ ഇൻഡിക്കേറ്ററിന് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം RSI നമ്മൾ ഒരു ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റിൽ നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ചില സ്റ്റോക്കുകൾ RSI 30യോട് അടുത്ത് വന്ന് ടച്ച് ചെയ്ത് നിൽക്കുന്നതായിട്ടോ അതല്ലെങ്കിൽ ടച്ച് ചെയ്യാൻ പോകുന്നതായിട്ടോ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള 6 സ്റ്റോക്കുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. R4Iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിവിടെ ആദ്യം കാണുന്ന ഒരു സ്റ്റോക്ക് ഭാരത് ഡൈനാമിക്സ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇത് മിസൈലും അതേപോലെ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ നിർമ്മിക്കുന്ന കമ്പനിയാണ്. 42,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു മിഡ് ക്യാപ് സെഗ്മെൻറ്റുള്ള ഒരു കമ്പനിയാണ്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 1149 എന്നുള്ള ഒരു റേഞ്ചിലാണ് നമുക്ക് കാണാൻ കഴിയാം. കഴിഞ്ഞ ഒരു വർഷം 128% റിട്ടേൺ ഇൻവെസ്റ്റേഴ്സ് നൽകിയ ഒരു സ്റ്റോക്കാണ് ഭാരത് ഡൈനാമിക്സ്. എന്നാൽ കഴിഞ്ഞ ഒരു മാസം ഈ സ്റ്റോക്കിൽ ഒരു ഡൗൺ ട്രെൻഡ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം -12% റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. അതായത് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും ഏകദേശം 35% കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ കഴിയും. ഈ കമ്പനി നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. നമുക്ക് ROE കാണാൻ കഴിയും 17.9 ആണ്. ROCE 24.23 ആണ്. രണ്ടും 15% കൂടുതൽ ROE ROCയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു RSI ഇപ്പോൾ 27 എന്നുള്ള ലെവലിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതൊരു ഓവർ സോൾഡ് പൊസിഷനിലേക്ക് എത്തി എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുക. ഇതിൻ്റെ PE റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 72.88 എന്നുള്ള PEയിലാണ് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇതിൻ്റെ ഹയസ്റ്റ് PEയിൽ നിന്നും ചെറിയ തോതിൽ ഇത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും 3 ഇയേഴ്സിൻ്റെ ഒരു മീഡിയൻ PE ആയിട്ടുള്ള 35 എന്നുള്ള ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല. ഒരു മാസീവ് കറക്ഷൻ ഈ സ്റ്റോക്കിൽ നടന്നു എന്നുള്ളത് കൊണ്ട് ഇതിപ്പോൾ ഒരു ബൈങ് ലെവലിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റോക്ക് സൈഡസ് ലൈഫ് സയൻസസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇത് ഇന്ത്യയിലെ വൺ ഓഫ് ദ 5 ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ പെട്ട ഒരു ലാർജ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 1,06,117 എന്നുള്ള ലെവലിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 1054 എന്ന ലെവലിലാണ്. ഒരു വർഷം ഈ സ്റ്റോക്ക് 77% റിട്ടേൺ ആണ് നൽകിയത്. എന്നാൽ കഴിഞ്ഞ ഒരു മാസം ഈ സ്റ്റോക്ക് -10% എന്നുള്ള ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയെന്ന് കാണാൻ കഴിയും. അതായത് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് ഏകദേശം 20% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെയും ROEയും ROCയും നോക്കിക്കഴിഞ്ഞാൽ ROE 20.67 ROCE 22.34 എന്നുള്ള നല്ല ശക്തമായ ROEയും ROCയും ഈ സ്റ്റോക്ക് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ RSI ഇപ്പോൾ 29.73 എന്നുള്ള ലെവലിൽ എത്തിയിട്ടുണ്ട്. അതായത് ആ 30 എന്നുള്ള ലെവൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റോക്കിൻ്റെ PE നോക്കുകയാണെങ്കിൽ 25.46 എന്നുള്ള PE ആണ്. ഇതിൻ്റെ 3 ഇയേഴ്സിൻ്റെ ഒരു മീഡിയൻ PE ആണെങ്കിൽ 22.23 ആണ്. അപ്പോൾ PE റേഷ്യോ നല്ല രീതിയിൽ വന്ന് ഫെയർ വാല്യൂവിനോട് അടുത്ത് നിൽക്കുകയാണ്. കൂടാതെ RSIയും ഓവർ സോൾഡ് സോണിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഇതും ഒരു ബൈങ് ലെവലിലാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇവിടെ അടുത്ത സ്റ്റോക്ക് KPI ഗ്രീൻ എനർജി എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇവർ പ്രധാനമായിട്ടും റിന്യൂവബിൾ സെഗ്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന സോളാർ, വിൻഡ്, സോളാർ ഹൈബ്രിഡ് പവർ പ്രൊജക്റ്റുകളിലൊക്കെ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 10,274 ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. 782 എന്നുള്ള പ്രൈസ് ലെവലാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയും. ഒരു വർഷം ഈ സ്റ്റോക്ക് നൽകിയ റിട്ടേൺ 185% ഒരു വമ്പിച്ച റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയത്. എന്നാൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് -15% ഒരു കറക്ഷനാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് 52 വീക്ക് ഹൈയിൽ നിന്ന് ഏകദേശം 30% ഈ സ്റ്റോക്ക് ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്.
ROE നോക്കുകയാണെങ്കിൽ 29.5 കിട്ടും. ROCE 21.61 എന്ന് കാണാൻ കഴിയുന്നുണ്ട്. നല്ല പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് കാണിക്കുന്ന ഒരു സ്റ്റോക്കാണിത്. RSI ഇപ്പോൾ 30 ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. ഈ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ ഇപ്പോൾ 52.47 എന്നുള്ള PEയിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതിൻ്റെ 3 വർഷത്തെ PE 24.99 ആയിരുന്നു. ഈ PE ഇപ്പോൾ കാണിക്കുന്ന 52 എന്നുള്ള PE അതിൻ്റെ ഹൈയിൽ നിന്നും നല്ല തോതിൽ താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കും നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് ഉചിതമായ സമയത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായിട്ട് കണക്കാക്കാം. അടുത്ത സ്റ്റോക്ക് PNC ഇൻഫ്രാടെക് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇവർ പ്രധാനമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ, പ്രത്യേകിച്ച് ഹൈവേസ്, ബ്രിഡ്ജസ്, ഫ്ലൈ ഓവേഴ്സ്, പവർ ട്രാൻസ്മിഷൻ ലൈൻസ്, എയർപോർട്ട്, റൺവേ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് പോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികളിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു കമ്പനി, ഇവരുടെ ഒരു മാർക്കറ്റ് ക്യാപ്പ് 11,000 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. ഇപ്പോഴത്തെ പ്രൈസ് 432 എന്ന ലെവലിലാണ് കാണാൻ കഴിയുക. ഒരു വർഷത്തെ റിട്ടേൺ 16% മാത്രമാണ്. എന്നാൽ ആ ഒരു റിക്കവറി ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു കറക്ഷൻ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസം ഈ സ്റ്റോക്ക് നൽകിയ റിട്ടേൺ -7% ആണ്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 24% ഈ സ്റ്റോക്ക് ഇപ്പോൾ കറക്റ്റ് ചെയ്തായിട്ട് കാണാൻ കഴിയും. ഈ സ്റ്റോക്കിൻ്റെ ROE 18.2ഉം ROCE 15.84ആണ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളിൽ നല്ലൊരു ROCയും ROEയും കാണിക്കുന്ന ഒരു കമ്പനിയായിട്ടാണ് ഇത് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ RSI 32.08 എന്ന ലെവലിലാണ്. 30 എന്ന ലെവലിലേക്ക് എത്തിയിട്ടില്ല, എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതും നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 8.51 മാത്രമേ ഉള്ളൂ. 3 ഇയേഴ്സിൻ്റെ ഒരു മീഡിയൻ PE 13.16 ഉണ്ട്. അപ്പോൾ ഒരു അണ്ടർ വാല്യൂഡ് ആയിട്ട് കിടക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് PNC ഇൻഫ്ര. അടുത്ത സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ് ആണ്. ഇൻവെസ്റ്റേഴ്സിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഈ സ്റ്റോക്ക് നമുക്കറിയാം. ഇതൊരു മൾട്ടിനാഷണൽ കോൺഗ്ലോമറേറ്റ് ആയിട്ടുള്ള ടാറ്റ ഗ്രൂപ്പിൻ്റെ ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റ് ഇന്ത്യയിൽ മാർക്കറ്റ് ലീഡർ ആയിട്ടുള്ള കമ്പനിയാണ്. 3,57,000 കൂടുതൽ മാർക്കറ്റ് ക്യാപ്പുള്ള നിഫ്റ്റി 50 കമ്പനിയാണിത്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 970 എന്ന ലെവലിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഒരു വർഷം ഈ സ്റ്റോക്ക് നൽകിയ റിട്ടേൺ 56%. എന്നാൽ കഴിഞ്ഞ ഒരു മാസം ഇത് -10% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 17% ഇപ്പോൾ കറക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ സ്റ്റോക്കിൻ്റെ ROE 49.44ഉം ROCE 20.11ഉമാണ്. വളരെ ശക്തമായ ROCയും ഈ സ്റ്റോക്ക് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ RSI ഇപ്പോൾ 34 എന്നുള്ള ലെവലിൽ ഓവർസോൾഡ് സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് തന്നെ അവിടേക്ക് എത്തിയേക്കാം. ഇതിൻ്റെ PE റേഷ്യോ ഇപ്പോൾ 10.52 ആണ്. 3 ഇയർ മീഡിയം PEൻ്റെ 16.98 എന്നുള്ള ലെവലിന് താഴെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇപ്പോഴും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആവറേജ് ചെയ്യാൻ പറ്റുന്ന ലെവലിലാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അടുത്തത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. എയറോസ്പേസ് ഡിഫൻസ് രംഗത്തുള്ള പ്രധാനപ്പെട്ട ഒരു PSU കമ്പനിയാണിത്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 2,89,000 കോടിയുള്ള ഒരു ലാർജ് ക്യാപ്പ് കമ്പനിയാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 4,333 എന്ന ലെവലിലാണ് കാണാൻ കഴിയുക. കഴിഞ്ഞ ഒരു വർഷം 123% വമ്പിച്ച റിട്ടേൺ നൽകിയ സ്റ്റോക്കാണിത്. എന്നാൽ കഴിഞ്ഞ ഒരു മാസം -10% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് ഏകദേശം 23% ഈ സ്റ്റോക്ക് കറക്റ്റ് ആയിട്ട് കാണും. ഇതിൻ്റെ ROEയും ROCയും വളരെ ശക്തമാണ്. ROE 28.89ഉം ROCE 38.88ആണ്. അതുപോലെ സ്റ്റോക്കിൻ്റെ RSI നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 34 എന്നുള്ള ലെവലിലാണ് കാണാൻ കഴിയുക. അവിടെ നിന്ന് അത് 30ലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എങ്കിലും ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് ആവറേജ് ചെയ്യാനുള്ള ഒരു സന്ദർഭമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് 6 പ്രധാനപ്പെട്ട ഓവർസോൾഡ് സോണിലേക്ക് വന്നിട്ടുള്ള സ്റ്റോക്കുകളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.